ഓ ചെറുപ്പക്കാരാ, വൃത്തികേട് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല മോനെ. തോന്നിവാസം കേട്ട് കാത് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ വിളി കേൾക്കാൻ പറ്റൂല മോനെ. അന്യപെണ്ണിനെ പ്രണയിച്ച് കൽബ് കേടുവരുത്തിയാൽ മുത്തുനബി തങ്ങളുടെ മഹബത്തുണ്ടാവൂല മോനെ. വൃത്തികേട് ചെയ്യാൻ കരുതി നടന്നാൽ ഹബീബായ തങ്ങൾ കൽബിലുണ്ടാവൂല മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജസുള്ള സ്ഥലത്തിരിക്കൂലല്ലോ, മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കൂലല്ലോ. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല. തങ്ങൾ ഒരു വഴിയിൽ നടന്നാൽ ആ വഴി തന്നെ തിരിച്ചറിയുന്നത് കസ്തൂരിയുടെ ഗന്ധം കൊണ്ടാണ്. സ്വഹാബത്ത് എത്തിപ്പെടുന്നത് സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ്. ആ മുത്തുനബി തങ്ങൾ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല, വൃത്തികേടുകൾ പറയുന്നിടത്തിരിക്കൂല. സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവിടെ നിൽക്കാറില്ല. സദസ്സിലിരിക്കുമ്പോൾ ഔറത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തങ്ങളങ്ങ് മാറിക്കളയും. അത്ര വൃത്തിയോടെ ജീവിച്ച പുണ്യനബി തങ്ങള് വൃത്തികേട് നിറച്ച എന്റെ കൽബിൽ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് ഞാൻ എന്റെ കൽബ് നന്നാക്കണം, എന്റെ കണ്ണ് നന്നാക്കണം, എന്റെ കാത് നന്നാക്കണം, എന്റെ ചിന്ത നന്നാക്കണം, തഖ്വയോടെ ജീവിക്കണം.